വർണ്ണക്കാഴ്ചകളുടെ വിസ്മയം തീർത്ത് ജയ് ഹിന്ദ് ഫിലിം അവാർഡ്സ് 2008 അറബിക്കടലിന്റെ റാണിയെ നിറച്ചാർത്തണിയിച്ച് 2009 മലബാറിനെ മനോഹരമാക്കി 2010 പൂരങ്ങളുടെ നാട്ടിൽ കാഴ്ചപ്പൂരമായി 2011 കൊച്ചിയിലെ കായൽ തീരങ്ങളെ കൺകുളിർപ്പിച്ച് 2012 അനന്തപുരിയിൽ കലയുടെ നിലവറ തുറന്ന് കലയുടെയും കലാകാരന്മാരുടെയും പറുദീസയായ സാംസ്കാരിക സമന്വയത്തിന്റെ വേദിയായ കോഴിക്കോടിനെ വിസ്മയ നഗരിയാക്കാൻ 6 ജയ് ഹിന്ദ് ഫിലിം അവാർഡ്സ് 2013 ജയ് ഹിന്ദ് ഒരുക്കുന്ന നിറവാർന്ന ഈ വേദിയിൽ തെന്നിന്ത്യൻ താരങ്ങളുടെ അത്യപൂർവ സംഗമം. പ്രതിഭകളുടെ സാന്നിധ്യം കൊണ്ട് ധന്യമാണ് ഈ രാവ്. മിഠായി തെരുവിന്റെ മധുരത്തിന് അതിമധുരമേകാൻ, ആഘോഷത്തിമിർപ്പിന്റെ അരങ്ങൊരുക്കാൻ നക്ഷത്രത്തിളക്കമുള്ള മഹാനടന്മാർ, താരസുന്ദരിമാർ, പ്രിയ ഗായകർ, ചിരിയുടെ രാജാക്കന്മാർ, മാസ്മരിക ചുവടുകളുമായി നർത്തകരും, ഇന്ത്യൻ സിനിമ 100 വർഷം പിന്നിടുമ്പോൾ ആഘോഷത്തിന്റെ അനർഘ നിമിഷങ്ങൾ കാഴ്ചവെക്കാൻ അനന്തകോടി ദീപപ്രഭ ചൊരിയുന്ന ഈ വേദി ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു മലബാറിന്റെ മടിത്തട്ടിൽ. EXO ജയ് ഹിന്ദ് ഫിലിം അവാർഡ്സ് 2013 പവർഡ് ബൈ ബ്യൂട്ടി മാർക്ക് ഗോൾഡ്. സ്വപ്നനഗരിയിലെ ഈ നക്ഷത്രരാവ് നമുക്ക് സമ്മാനിക്കുന്നത് മനസ്സ് നിറയെ സന്തോഷമാണ്. കിഷോറിന് വളരെ അധികം സന്തോഷമാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും വളരെയധികം സന്തോഷിക്കുന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് ഞാൻ ആദ്യമായിട്ട് വരികയാണ്. ഇത്രയും നല്ലൊരു സദസ്സിനെ കാണുമ്പോൾ ഐ ആം സോ ഹാപ്പി ആൻഡ് ഐ നോ ദാറ്റ് കാലിക്കറ്റ് എന്ന് പറയുന്നത് സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ്. സംഗീതത്തിന് ഒരുപാട് സംഭാവന നൽകിയ സ്ഥലമാണ്. സോ I think we should start with a fantastic music, isn't right? Are you ready? Are you ready? എങ്കിൽ പിന്നെ നമുക്ക് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗായകൻ വിനീത് ശ്രീനിവാസൻ. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐശ്വര്യോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിരാ കാറ്റുണ്ട്. അതവളുടെ തട്ടത്തിലും മുടിയിലുമൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിൻ്റെ മഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു, മറ്റൊരുത്തനെ ഇവളെ വിട്ടുകൊടുക്കൂലെന്ന്. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടു പ്രേമാദ്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ
വിസ്മയം ഇനി എൻ്റെ മാത്രം എൻ്റെ മാത്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാരം. സാഹബാ 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 സാഹിബ നുരയുമോരുടയാടയിൽ നുരയുമോരുടയാടയിൽ മറയുവതു നിൻ മെയ്യഴകു. കനവിലിന്നൊരു കനിവുമില്ലാതിനി മുറിയോ നിറയൂ. ജീവനിൽ നീ നിറയൂ അണയൂ. വിജനവീതിയിലണയൂ അവളിൻ നെഞ്ചിൻ നിസ്വനം. ഓ അവളീ മണ്ണിൻ വിസ്മയം. ഓ കുളിരുന്നുണ്ടി തീനാളം. അനുരാഗത്തിൻ വേളയിൽ പരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാരം. ഉലയുന്നുണ്ടെൻ നെഞ്ചകം അവളീ മണ്ണിൻ വിസ്മയം ഇനി എൻ്റെ മാത്രം എൻ്റെ മാത്രം. അനുരാഗത്തിൻ വരമായി വന്നൊരു മനമേ നീ പ്രേമാദ്രം. ഇനി ഈ ധന്യവേദി ആദ്യ പുരസ്കാര സമർപ്പണത്തിലേക്ക് കടക്കുകയാണ്. എക്സോ ജയ്ഹിന്ദ് ഫിലിം അവാർഡ്സ് 2013 പവർഡ് ബൈ ബ്യൂട്ടി മാർക്ക് ഗോൾഡ്. ചലച്ചിത്ര രംഗത്ത് നമുക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള സമ്പൂർണ്ണ മികവിനുള്ള അംഗീകാരം, മലയാളത്തിന്റെ അഭിമാന പുരസ്കാരം. തീർച്ചയായിട്ടും ആബ്സല്യൂട്ട്ലി. കാരണം മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന ഈ വേളയിൽ എല്ലാ ഭാഷാ സ്നേഹികളും അതുപോലെ തന്നെ മലയാളത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കും എല്ലാം ഇത് തീർച്ചയായിട്ടും ഒരു ധന്യ നിമിഷമാണ്. ജയന്റ് ടി വി ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ്. മലയാളവും മലയാളിയും നെഞ്ചിലേറ്റിയ ആ രണ്ട് അക്ഷരങ്ങൾ MT. മലയാള സാഹിത്യ സിനിമാ മേഖലകളിൽ തനത് മുദ്ര പതിപ്പിച്ച നമ്മുടെ സ്വന്തം അക്ഷരപുരുഷൻ, മഹത്തായ സൃഷ്ടികളുടെ ഉറവ പറ്റാത്ത സർഗപ്രതിഭ ശ്രീ MT വാസുദേവൻ നായർ. മലയാളത്തിന്റെ മഹിമയായ സർഗപ്രതീകം, കേരളീയ ജൈവഭാവങ്ങളുടെ പ്രിയ കഥാകാരൻ, ജീവിത സമസ്യകൾക്കിടയിൽ ഒരു ചെറുപുഞ്ചിരി വിടർത്തി നിൽക്കുന്ന അക്ഷരപുരുഷൻ. ഞാൻ എഴുതിയ കഥയോ നോവലോ അല്ല നിങ്ങൾ വായിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെതായ ചില അംശങ്ങൾ അതിനോട് ചേർത്ത് വെച്ച് നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ് വായിക്കുന്നത്. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
പ്രമേയത്തിന്റെ ചൈതന്യവും ആഴവും കണ്ടറിഞ്ഞ കഥാപാത്രങ്ങൾക്ക് തനിമയേകിയ, പറയാത്ത വാക്കുകളിലൂടെ, ഒതുക്കിയ വികാരങ്ങളിലൂടെ പ്രേക്ഷകരുടെ മുന്നിൽ ത്രിമാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച തിരക്കഥാകാരൻ. സാങ്കേതിക സാധ്യതകൾക്കപ്പുറം ദൃശ്യഭാഷയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളോട് സംവദിച്ച നമ്മുടെ കാലത്തിന്റെ ചലച്ചിത്രകാരൻ. ഇരുട്ടിന്റെ ആത്മാവിൽ പോലും സർഗപ്രതിഭയുടെ നറുനിലാവ് വിതറുന്ന നമ്മുടെ പ്രിയപ്പെട്ട MT, ജ്ഞാനപീഠ ജേതാവ് പത്മഭൂഷൺ ശ്രീ MT വാസുദേവൻ നായർ. എക്സോ ജയ് ഹിന്ദ് ഫിലിം അവാർഡ്സ് 2013 പവർഡ് ബൈ ബ്യൂട്ടി മാർക്ക് ഗോൾഡ്. ഓൾറൈറ്റ്, 2013 ജയ് ഹിന്ദ് ടെലിവിഷൻ അവാർഡ്സിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നമ്മുടെ പ്രിയപ്പെട്ട MT സാറിന് നൽകുന്നതിന് വേണ്ടി, മെമന്റോ നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ സൈറ്റേഷൻ നൽകുന്നതിന് വേണ്ടി ശ്രീ രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് ആൻഡ് പ്രസിഡന്റ് ജയ് ഹിന്ദ് TV. ക്യാഷ് അവാർഡ് നൽകുന്നത് ശ്രീ ജോസഫ് MD, കോൺഫിഡന്റ് ഗ്രൂപ്പ്. ഇവരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ ഐ വുഡ് ലൈക്ക് ടു കോൾ അപ്പോൺ ദ സ്റ്റേജ് മിസ്റ്റർ MM ഹസൻ, ജയ് ഹിന്ദ് TV MD, ആൻഡ് മിസ്റ്റർ KP മോഹനൻ, CEO ജയ് ഹിന്ദ് TV. ഒപ്പം തന്നെ ജയ് ഹിന്ദ് അവാർഡ് ജൂറി ചെയർമാനും കവിയും ഗാനരചയിതുമായ ശ്രീ പന്തളം സുധാകരനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ ബഹുമാനാദരങ്ങളോടെ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യാം. ഈ നിറസദസ്സിന്റെ ഹൃദയത്തിലേക്ക് സാദരം ക്ഷണിക്കാം ജ്ഞാനപീഠ ജേതാവ് പത്മഭൂഷൺ ശ്രീ MT വാസുദേവൻ നായർ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രശസ്തമായ സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു അംഗീകാരം ഏറ്റുവാങ്ങാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്. ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, പല ഭാഷകളിൽ ചലച്ചിത്രം എന്ന മാധ്യമത്തിലൂടെ അതിമഹത്തായ കാവ്യങ്ങൾ, രചനകൾ സൃഷ്ടിച്ചവരുണ്ട്. അവരായിട്ട് ഒക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മളൊന്നുമല്ല, ഞാനൊന്നുമല്ല. പക്ഷെ അവരോടുള്ള ഈ കലയോടുള്ള ആരാധനയുടെ പേരിൽ അതിലേക്ക് കടന്നു വരികയും എന്നും പുതിയത് ചിലത് കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, സ്നേഹം. ജയ് ഹിന്ദ് TVയുടെ എല്ലാ പ്രവർത്തകർക്കും ഭാരവാഹികൾക്കും എൻ്റെ കൃതജ്ഞത, നന്ദി. മലയാള സാഹിത്യത്തിൻ്റെയും മലയാളത്തിൻ്റെയും ചക്രവർത്തിയായ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമായ ശ്രീ MT വാസുദേവൻ നായർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന രൂപത്തിലുള്ള അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ടെൻ്റെ വാക്കിയെടുക്കും. എക്സോ ജയ് ഹിന്ദ് ഫിലിം അവാർഡ്സ് 2013 പവർഡ്